ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് സാന്റക്രൂസിലാണ്. ഫോർട്ട് വെച്ചിട്ടുള്ള സാന്റക്രൂസ് LP സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണ്. ഇന്ന് എൻ്റെ മകൻ പഠിക്കുന്നുണ്ട്. ഇന്നൊരു വിശേഷമുണ്ട്. ക്രിസ്മസ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. എനിക്കൊന്ന് കേരളത്തിലെ ആദ്യത്തെ സെലിബ്രേഷൻ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല അടിപൊളി വീഡിയോ ആണ്. കുട്ടികളുടെ ഒരുപാട് പരിപാടികളുണ്ട്. അടിപൊളിയാണ്, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. താങ്ക് യു. കാണുക, സന്തോഷിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ഫോർട്ട് കൊച്ചിയിലുള്ള സാന്റക്രൂസ് ഹൈസ്കൂളാണ്. അവിടുത്തെ LP വിഭാഗം കുട്ടികളാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ക്രിസ്മസ് ആഘോഷം ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് ഫോർട്ട് കൊച്ചിയിലെ ഈ സ്കൂളും മറ്റൊരു സ്കൂളും കൂടി ഉണ്ട്. സാന്റക്രൂസ്, അത് തന്നെ LP സ്കൂൾ അവിടുത്തെ ഇന്ന് തുടങ്ങിയാണ്. സ്കൂളിലെ കുട്ടികളും ടീച്ചർമാരെല്ലാം ഒത്തുകൂടി ഇങ്ങോട്ടൊരു ഫോട്ടോയാണ്. നമ്മൾ ഇവിടുത്തെ കൃഷി നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ലൈവായിട്ട് കാണിക്കുകയാണ്. എന്താ തക്കാളിയൊക്കെ പിടിച്ചെടുക്കണ്ട, കുട്ടികളുടെ അധ്വാനമാണ് ഇതൊക്കെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ വഴുതനങ്ങ ഉണ്ട്. വഴുതനങ്ങയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുക. വളരെ മനോഹരമായിട്ടുള്ള സ്കൂളാണ്. പിന്നെ സാന്റക്രൂസ് ഹൈസ്കൂളിലെ LP വിഭാഗം കുട്ടികളുടെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെറ്റിങ്സാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവരുടെ പരിപാടി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കൊച്ചിയുടെ MLA KJ മാക്സിയാണ് ഉദ്ഘാടനം എത്തുന്നത്. ഇവിടെ കുട്ടികൾക്കുള്ള ഒരുപാട് സമ്മാനങ്ങൾ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ശാസ്ത്രമേളയിലൊക്കെ വിജയിച്ച കുട്ടികൾ അവർക്കുള്ള ട്രോഫികളാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ ഫ്രണ്ടിൽ അവിടുത്തെ ഒരു കാണിയായിട്ട് ഇരുന്ന വ്യക്തിയാണ്. അങ്ങനെ സ്റ്റേജ് പെർഫോമൻസ് ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇന്ന് എൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇന്ന് ഈ സ്കൂളിൻ്റെ PT പ്രസിഡൻ്റാണ്. അപ്പോൾ അവിടെ കാണിയായിട്ട് നിന്ന് ഞാൻ ഇന്നിവിടെ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. പണ്ട് ഈ സ്റ്റേജിൽ നിന്നിട്ട് ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിരുന്നത്. തിയേറ്ററിലല്ല, പണ്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ വന്നിട്ട് സിനിമ കാണിക്കുന്നൊരു പതിവുണ്ടായിരുന്നു പണ്ടൊക്കെ. 3 രൂപ ടിക്കറ്റ്, 3 രൂപ തന്ന ചാർജൊക്കെ ഈടാക്കുന്നു. 1 രൂപ 2 രൂപ ചാർജിൽ. അതൊക്കെ ഓർക്കും വല്ലാത്തൊരു അനുഭൂതിയാണ്. വർത്താനം പറയല്ലേ. നമുക്ക് ഒറിജിനലായിട്ട് ഒരു ഉണ്ണിയേശ്വരൻ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോട്ടെ, റേഞ്ചർ അടുത്തോട്ടെ. നമ്മുടെ LP വിഭാഗം സ്കൂളിലെ കുട്ടികൾ അവരുടെ പാരൻസും ടീച്ചേഴ്സാണ് നിൽക്കുന്നത്. അതുകൂടെ കുറച്ച് മഞ്ഞക്കിളികളും കാണാം. അത് നമ്മുടെ സ്കൂളിൽ ഒരു അത്യാവശ്യമായിട്ട് വന്നേക്കാണ് കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് മോളിച്ചിരുന്നീങ്ങ. Yeah.
അങ്ങോട്ട് അടുക്കും. ആ ഇങ്ങോട്ട് നോക്കട്ടെ, എല്ലാരും ഇങ്ങോട്ട് നോക്കി. ഇങ്ങോട്ട് നോക്കിയുണ്ട്. സേ ചീസ് ചീസ്. ഇനി എല്ലാരും കൈ പൊക്കിക്കോ ഹാപ്പി ആയിട്ട്. വീഡിയോ ചൈൽഡ് ഫൗണ്ടേഷൻ ഹെൽപ്പ് ഫൗണ്ടേഷൻ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒക്ടോബർ മാസം ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഫൗണ്ടേഷന്റെ ടീം അംഗങ്ങൾ നമ്മൾക്കായിട്ട് കഴിഞ്ഞ ഒക്ടോബർ മാസം ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷന്റെ ടീം അംഗങ്ങൾ നമ്മൾക്കായി ഒത്തിരിയേറെ ഫലവൃക്ഷ തൈകൾ നമുക്ക് നൽകുകയുണ്ടായി. പച്ചക്കറി തൈകളും അത് സാന്റക്രൂസ് എൽ പി സ്കൂളിൽ നട്ട് പരിപാലിച്ച് കുഞ്ഞുങ്ങൾ പഠനത്തോടൊപ്പം കൃഷിയും എന്ന ആപ്തവാക്യം മുൻനിർത്തിക്കൊണ്ട് എല്ലാ ദിവസവും സമയം കണ്ടെത്തി കൃഷിയിൽ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് സുബൈർ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കൃഷിയിൽ താല്പര്യം കാണിച്ചുകൊണ്ട് നടത്താറുണ്ട്. അവർ ചെയ്ത കൃഷിയുടെ ഫലങ്ങൾ ഇപ്പോൾ നമുക്കിവിടെ കാണാം. വെണ്ടയ്ക്ക, തക്കാളി, പച്ചമുളക്. നമ്മുടെ അടുക്കള ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഈ ഫലങ്ങളും പച്ചക്കറികളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പം ഇതിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും ഭയങ്കരമായി നന്ദി പറയുന്നു. ഇത്ര സ്കൂളുകളിൽ കൊടുത്തിട്ട് അവിടെ ഒന്നും ഇല്ല. ഞാനിവിടെയൊക്കെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ സാർ. റെസ്പെക്റ്റഡ് ബിന്ദു മാഡം, പ്ലീസ്. റെസ്പെക്റ്റഡ് സുബേഷ് സർ, നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ ഈ 14ാം ആനിവേഴ്സറി, നമ്മുടെ CHFൻ്റെ 14ാം ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഓർഗാനിക് വെജിറ്റബിൾ ഗാർഡൻ എന്നുള്ള ഒരു ആശയം. ഇത് നമ്മുടെ കുട്ടികളിൽ ഒരു കൃഷി വാസന ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ, അവരൊക്കെ സ്കൂളിൽ മാത്രമല്ല, പക്ഷേ ഇത് നല്ല രീതിയിൽ സുബൈർ സാറിൻ്റെ നല്ല രീതിയിൽ സുബൈർ സാറിൻ്റെ ആ ഒരു നേതൃത്വത്തിൽ നമ്മൾ ഇവർക്കായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. ഫെർട്ടിലൈസേഴ്സ് വേണം, ഗ്രോ ബാഗ്സ് വേണം, പിന്നെ കൂടുതൽ പച്ചക്കറി തൈകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മുന്നോട്ട് 24-ാം തീയതി ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ച ടൈമിൽ തന്നെ ഞങ്ങളിത് എന്ത് ചെയ്യുന്നുള്ള ടൈമിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വിത്തുകളും അതുപോലെ തന്നെ വളം, ഏറ്റവും വലിയ അത്യാവശ്യം വളമായിരുന്നു, അതൊക്കെ ഒന്ന് തരികയും ഏറ്റവും നല്ല തൈകളാണ് തന്നത്. അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ കാണുന്നത്, ഇപ്പോൾ ഞങ്ങൾ 3ാമത്തെ വിളവെടുപ്പ് ഇപ്പം ഇന്ന് എടുക്കാൻ പോകുന്നത് സ്കൂളിലേക്കുള്ള സാമ്പാർ കഷ്ണത്തിന് അല്ലെങ്കിൽ മറ്റു തിരക്കൊക്കെ വേണ്ടി ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് പല ഓഫറുകളും നമുക്ക് സംഘടന തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് തരുന്നുവോ അതിൻ്റെ 100 മടങ്ങ് ഞങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് തരുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾ നൽകുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു പപ്പാനി വെള്ളമെടുക്കാൻ വേണ്ടി പോണേ കേട്ടോ. വഴുതനങ്ങ വെള്ളമെടുക്കാൻ വേണ്ടി പോണേന്, പപ്പാനി വെള്ളമെടുക്കാൻ വേണ്ടി പോണേന്. ലോകത്ത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. മദർ പി ടി എ പ്രസിഡന്റ്, മദർ പി ടി എ മുഹമ്മദ് 2 വാക്കോറാണ്. അവന്റെ കയ്യിലത് കൊടുത്തിട്ട് നിങ്ങൾ തിരിഞ്ഞിക്കോ. തിരിച്ചെടുത്തിക്കോ. അത് സാറിങ്ങോട്ട് സാറേ കുറച്ചെടുക്കുക. ടീച്ചർ പോലെ ടീച്ചർ
കണ്ണു കാണാൻ പറ്റില്ലല്ലോ കണ്ണു കാണാൻ പറ്റില്ലല്ലോ. കാണാം, ആ ഓക്കെ. ഇപ്പൊ കാണാൻ ഇതൊരു ചരിത്ര നിമിഷമാണ്. കാണാം. ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടീമാണ്. ഇപ്പോഴാണ് ഞാൻ സംഗതി എന്താണെന്ന് മനസ്സിലായത്. നേരത്തെ മഞ്ഞക്കിളികൾ മാത്രമേ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കി. അവിടെ നോക്ക്. എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് സന്തോഷത്തോടെ ഇരിക്കണം. എല്ലാവരും നോക്കി, എല്ലാവരും നോക്കി. യോ യോ ഓക്കെ. സാർവദേശീയമായി നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ് സാന്റാക്ലോസ്. പ്രായഭേദമന്യേ സാന്റാക്ലോസിന്റെ വേഷമറിഞ്ഞുള്ള ആഘോഷം ക്രിസ്മസ് രാവുകളിൽ പതിവാണ്. ക്രിസ്മസ് ആഘോഷത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു ഘടകമാണ് ക്രിസ്മസ് മരം. മരങ്ങൾ അലങ്കരിച്ചാണ് ക്രിസ്മസ് മരം സാധാരണയായി ഒരുക്കുന്നത്. നക്ഷത്രങ്ങളും ക്രിസ്മസിനെ വ്യത്യസ്തമാക്കുന്ന ഘടകമാണ്. യേശുവിന്റെ ജനനമറിഞ്ഞ് ബെത്ലഹേമിലേക്ക് യാത്ര തിരിച്ച ജ്ഞാനികൾക്ക് വഴികാട്ടിയായ നക്ഷത്രത്തെയാണ് നക്ഷത്ര വിളക്കുകൾ തൂക്കി അനുസ്മരിക്കുന്നത്. നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവൻ നൽകും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ശാർശക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ ഈ സമൂഹം അവളെ കലർന്നിക്കൊള്ളും. പക്ഷേ മറ്റൊരുവരുടെ ശിശുവിനെ
ഉദരത്തിൽ വഹിച്ചിരിക്കുന്നവരെ സ്വീകരിക്കുന്നതും ഉചിതമല്ല. നല്ലത്. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ പരിപാടിയുടെ കലാശക്കൊട്ടാണ്. അടുത്തത് കേക്ക് മുറിയാണ്. നമ്മുടെ പിള്ളേരെല്ലാം കൂടി സ്റ്റേജിൽ കയറി കേക്ക് മുറിക്കാൻ വേണ്ടി പോകുന്നത്. യോ